കടലിന്റെ ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ പാരാക്ലൈംബിങ്ങും അതുപോലെ മനോഹരമായ കാഴ്ചകളും കാണാം. യുഎയിലെ വീക്കെൻഡ്സ് എൻജോയ് ചെയ്യാനും ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ മനോഹരമായ ഡേ ആൻഡ് ലൈറ്റ് വ്യൂസ് എല്ലാം കണ്ട് നമുക്കൊന്ന് യാത്ര ചെയ്താലോ. യുഎയിലെ ഇതുപോലുള്ള കിടിലം സ്പോട്ടുകളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം കൂടി ചേർത്തുള്ള പ്ലേലിസ്റ്റ് ഞാൻ ഈ ബട്ടണിൽ കൊടുത്തേക്കാം. അതിന്റെ ലിങ്ക് ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യുഎയുടെ ക്യാപിറ്റലായ അബുദാബിയിലെ മറീന യാട്ടിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. അബുദാബിയുടെ ഹൃദയഭാഗത്ത് നിന്ന് ഈ മറീന യാട്ടിലോട്ട് എത്താനായിട്ട് 8 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായി നമുക്ക് മനോഹരമായ കാഴ്ച കാണാം. ഒരുപാട് ആൾക്കാർ യാത്രയ്ക്കായിട്ട് തിരക്കൂട്ടി പോകുന്നുണ്ട്. നമ്മൾ മുൻകൂട്ടി യാത്രകൾ ബുക്ക് ചെയ്തതുകൊണ്ട് അവിടെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഫുഡും കാര്യങ്ങളെല്ലാം നമ്മുടെ യാട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ഞങ്ങളുടെ യാത്ര റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ ഫാമിലീസും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പിന്നെ കുറച്ച് പേർ അവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റിംഗ് പോകുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ നിന്നുകൊണ്ട് മനോഹരമായ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ബോട്ടിൻ്റെ ഈ സൈഡിൽ കൂടെ വന്നാൽ നമുക്ക് നല്ല വ്യൂ ആണ് പുറത്ത് കിട്ടുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ലോവർ ഡെക്കിലോട്ട് പോകാം. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ആയിട്ട് നമുക്ക് 4 റൂം കാണാം. അതിലൊരു റൂം വന്നിട്ട് എൻജിൻ റൂമാണ്. ഒരു റൂമാണെങ്കിൽ വാഷ്റൂമാണ്. അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 2 റൂം നമ്മുടെ ജീവനക്കാർക്ക് കിടക്കാനുള്ള റൂമാണ്. ലോവർ ഡെക്കിലെ ഒരു വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടത്. അങ്ങനെ നമ്മുടെ യാട്ട് എടുക്കേണ്ട ടൈമായി കഴിഞ്ഞു. അത് നമുക്ക് എല്ലാവരും അപ്പർ ഡെക്കിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. നമ്മുടെ യാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും കൂടി ചേർന്ന ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറോ എന്തെങ്കിലും പാർട്ടിയോ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ യാട്ടുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സത്യമായി ഇങ്ങനെ യാത്ര കൊണ്ട് ഏറ്റവും സന്തോഷമായത് കുട്ടികൾക്കാണ്. കാരണം അവരുടെ തരത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും അവർ ഭയങ്കര സന്തോഷത്തിലാണ്. താഴെ റൂം പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അത് AC അറ്റാച്ച്ഡ് ആണ്. നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ് ആ റൂമൊക്കെ. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ ബോട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് എത്താം. നമുക്ക് അവിടെ നല്ല വ്യൂ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വ്യൂസ് എല്ലാം കാണാം, ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. ഒട്ടും പ്രതീക്ഷയില്ല യാട്ട് എനിക്ക് ഓട്ടിക്കാൻ പറ്റുന്നുള്ളൂ. ഞാനന്ന് ബംഗ്ലാദേശിൽ ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്കും എന്തോ ഭയത്തിന് പുള്ളി അത് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പാട്ട് സ്റ്റാർട്ട് ചെയ്തു. പാട്ടും ഡാൻസും അതുപോലെ ചെറിയ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തു. അതിനകത്ത് flexing cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came country boy stepping. Yeah, I'm country boy stepping. Country boy stepping. Yeah, I'm country boy stepping. Yeah, they can't get like me. Rockin' moving. അങ്ങനെ എല്ലാവരും ഡാൻസും പാട്ടും മത്സരം എല്ലാം കഴിഞ്ഞ് ഏകദേശം നല്ല പരുവത്തിലായി. എല്ലാവർക്കും വിശപ്പ് വന്നു തുടങ്ങി. അങ്ങനെ കഴിക്കാനുള്ള പ്ലാനിലോട്ടാണ് ഞങ്ങൾ. നമ്മുടെ ഫുഡും കൂടെ ചേർത്തിട്ടാണ് യാട്ടിൽ നമ്മൾ പേയ്മെന്റ് കൊടുത്തത്. അതുകൊണ്ട് ഫുഡ് ഓൾറെഡി നമുക്ക് യാട്ടിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡെല്ലാം അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ എന്താണ് മെനുവിൽ ഓർഡർ ചെയ്തിട്ടുള്ളത് ആ ഫുഡ് തന്നെയാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ചു നേരം എല്ലാവരും വളഞ്ഞിരുന്ന് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഒരുപാട് നാളത്തെ ശേഷം കാണുമല്ലേ. ഏകദേശം നമ്മുടെ യാട്ട് ഇപ്പോൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ എത്താൻ ടൈമായിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡാൻസും പാട്ടും അല്ലെങ്കിൽ ചില്ലറ ആക്ടിവിറ്റികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ നല്ലൊരു ദിവസമായിരുന്നു. ഡാൻസിനും പാട്ടിനും മറ്റ് ആക്ടിവിറ്റികളിലും പങ്കെടുത്ത എല്ലാ നമ്മുടെ മക്കൾക്കും പങ്കെടുക്കാത്ത എല്ലാ മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനമായിട്ട് നമ്മൾ ചെറിയൊരു സമ്മാനദാനം അവിടെ നടത്തിയായിരുന്നു. Till the sun's up Monday, we'll tell our phones, do not disturb. I got my straw hat, babe. And you can finally pull the tags on your Tommy Bahama shirt. Blue crush up on the 85-inch sound machine when we wanna hear the ocean. I think everything we need is right here. അങ്ങനെ നമുക്ക് ഇറങ്ങാണ്ട ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു ദിവസമായിരുന്നു. എല്ലാ സുഹൃത്തുക്കളോടും ഫാമിലിയോടും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയ ആ ഒരു ദിവസം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ട്രാവൽ സ്പോട്ടുകൾ അറിയാനായിട്ടും അഡ്വഞ്ചർ ആക്ടിവിറ്റികളെ കുറിച്ച് അറിയാനായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. Paradise is wherever we make it. Oh, this view of you
It's got everything I need. Yeah, the rooms, they're cheap. And if we don't want